താജ്മഹൽ എവിടെയാ ചോദിക്കുന്നത്? ആഗ്ര. ആഗ്ര മുന്ന് എവിടെ ഉണ്ടായിരുന്നു? അറിയോ? കൽക്കട്ട. മുംതാജ് ആണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ഇവിടെയാണ് വന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി നോട്ട് ബുക്ക് ഫുൾ ഡ്രോയിങ്. താജ്മഹൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, എവിടെ പില്ലർ വേണോ, എവിടെ അത് വേണോ, ബേസ് ഉണ്ടാക്കി. ഇവിടെ ഇതില് ഫസ്റ്റ് പ്ലാൻ ചെയ്തു, എവിടെ ബുക്കില് പ്ലാൻ ചെയ്തിട്ടാണ് ഭൂമിയിൽ വന്നത് താജ്മഹൽ. അതേപോലെ നിങ്ങളുടെ താജ്മഹൽ വേണമെങ്കിൽ ഫസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താലേ നമ്മൾ താജ്മഹൽ ഉണ്ടാക്കാൻ പറ്റും. താജ്മഹൽ മീൻസ് നമ്മൾ ഒരു അച്ചീവ്മെന്റ് ലെവൽസ് അങ്ങനെ പോകണം. ലിസ്റ്റ് ഇല്ലെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലിസ്റ്റ് പറഞ്ഞാൽ നമ്മള് സ്വന്തക്കാർ ബന്ധുക്കാരൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് പേരെഴുതാ നമ്പർ എഴുതാ. നാനൂറ് നെറ്റ്വർക്കിലുണ്ട്. അതിന് പ്രത്യേകത പറയാം. അവർ വന്നിട്ട് ഇല്ല വരണ്ട ആവശ്യമില്ല, അവർ പോട്ടെ, അവരോട് ചോയ്സ്. നമ്മളെന്താണ് പറയേണ്ടത്? 100 പേരുടെ പറഞ്ഞാൽ നിങ്ങൾക്ക് 10 പേര് കിട്ടുള്ളൂ. സയൻസ് പറയുന്നത് അതെന്താണ്? 100 പേര് 10 പേരുടെ സംസാരിച്ചാൽ 1-2 പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ 10 പേര് പോകണം. നിങ്ങൾ 1-2-3 പേര് പോയി അയ്യോ യാരും കേൾക്കില്ല, ഞാൻ വയ്യ, ഞാൻ പോകില്ല, ഞാൻ ചോദിക്കില്ല, ഞാൻ പറയില്ല, ഞാൻ കേട്ടോ. നിങ്ങൾ 10 പേര് പോകും. 10 പേര് പോയാൽ 11-ാമത്തെ ആളെ നിങ്ങൾ കൂടി ഉണ്ടാവും. പാടാണ്. നമ്മുടെ ഈ 10 പേര് കൂടെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരംഭത്തിലാണ് കുറച്ച് കഷ്ടം. പറഞ്ഞല്ലേ കമ്യാവി നമ്മുടെ അച്ചീവ്മെന്റ് പറയുന്നത് ഭയങ്കര കഷ്ടം ഉണ്ടാവും. ആ കഷ്ടം വന്നാലേ നമുക്ക് അച്ചീവ്മെന്റ് കിട്ടും. അച്ചീവ്മെന്റ് കഷ്ടമായിട്ട് കിട്ടിയില്ലെങ്കിൽ അതിന്റെ വെൽവേഷൻ ഉണ്ടാവില്ല. കഷ്ടത്തിൽ വന്നാലേ അതിന്റെ വെൽവേഷൻ. ഇപ്പൊ നമ്മുടെ രോഹിത് അല്ലേ, എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജനിക്കുമ്പോൾ എത്ര നമുക്ക് ഇത് ഭയങ്കര ഇത് ഉണ്ടായിരുന്നു. ഇപ്പൊ ജനിച്ചപ്പോ എത്ര നമുക്ക് സുഖമുണ്ട്. അതുപോലെയാണ് അച്ചീവ്മെന്റ്. നിങ്ങൾ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യുക, ചേച്ചിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എത്ര പേര് കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഓരോ പെരിയ ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നില്ല, എത്രയാണ് വിളിക്കുന്നത്. അതേപോലെ ഇതിലെ നമുക്ക് പ്രവർത്തിച്ചാൽ ചോദിക്കുക. നിങ്ങൾ രമേശ് സാറോ അല്ലെ എസ് കുമാർ സാറോ എന്ത് ചെയ്യണം, ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി ഇല്ല എങ്ങനെ വർക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഓരോ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് പർച്ചേസിങ് 1500 PVന്റെ ഫസ്റ്റ് പർച്ചേസിങ്. അത് 800 പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് എന്താ ആവശ്യമുള്ളത് പ്രോഡക്റ്റ് മാത്രം ചൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് വിടാതെ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ വീട്ടിന്റെ ഉപയോഗിക്കാനുള്ള സാധനം നമുക്ക് പുറത്ത് വാങ്ങുന്നുണ്ടല്ലോ. പേസ്റ്റ്, കോൾഗേറ്റ്, ബിസ്ക്കറ്റ്, കേക്ക്, മിക്സർ, മുറുക്ക്, അതുപോലെ ചായപ്പൊടി, അതുപോലെ ഗോതമ്പ് പൊടി. പുറത്ത് വാങ്ങുന്ന പ്രോഡക്റ്റ് മാത്രം നമ്മൾ ആർസിയിൽ നിന്ന് വാങ്ങിക്കണം. ഫസ്റ്റ് നമ്മുടെ ജോലി. രണ്ടാമത്തെ ജോലി ലിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ലിസ്റ്റില് ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ടാ നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുത്തിട്ട് അവർ പറയാം ഇത് ഒരു സോപ്പ് ഇട്ട് ഇന്ന് ഉപയോഗിച്ച് നോക്കും, ഇത് അവർ കൺവിൻസിന്റെ ഉപയോഗിച്ച് നോക്കും. അങ്ങനെ കൊടുത്തിട്ട് ഫസ്റ്റ് ഉപയോഗിക്കാൻ പറയാ. പിന്നെ ഇതിന്റെ പ്രത്യേകത പറയാ. ഇത് ബിസിനസ്സിൽ കൊണ്ടുപോകാം. അവർ താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മാത്രം മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ പർച്ചേസ് മാത്രം കൊടുത്തോളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റും പോകും, നിങ്ങളുടെ BB കൂടും, ബിസിനസ്സും കൂടും. 10% മാത്രം. 90% നിങ്ങളുടെ കാര്യം നോക്കും. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് ആശയം വെറും 10% ചെയ്താൽ മതി. ആരംഭത്തിൽ എത്ര? വെറും 10%. ഇല്ല നിങ്ങൾ ആശയം ഒന്നില്ല ഇല്ല വരുമ്പോ അങ്ങനെ ഞാൻ പറയുന്നില്ല, ആർക്കും പറയുന്നില്ല. ആരംഭത്തില് 10% സ്റ്റെപ്പായിട്ട് പോവാ. കൊതുകി ചാണകം പാടില്ല. ഇത് മുന്നോട്ട് പോകുന്നില്ല. ഇതില് സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യം. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ, പിന്നെ ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുക. പിന്നെ വിളിച്ചിട്ട് എന്റെ ഒരു സാറുണ്ട് പാലക്കാടിനെ, അവർ സാറിന് കുറച്ച് മലയാളം പഠിച്ചാൽ ഒന്ന് സംസാരിക്കുക. അവർ നമ്മുടെ സീനിയറാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കൊടുത്താൽ മതി. ബാക്കിയാണ് നമ്മൾ സംസാരിച്ചോളൂ. ഞാൻ അങ്ങനെ ചെയ്തത് എനിക്കൊന്നും അറിയില്ല. ആവശ്യം പറ്റി നമ്മ സാറ് പറഞ്ഞു നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ, നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് ഉണ്ടാക്കി സാർ 10 ആളിന് ലിസ്റ്റ് ഉണ്ടാക്കി വാട്സപ്പ് ചെയ്തിട്ട് ഓക്കെ ഈ ആളെയാണ് മഹേന്ദ്രകുമാർ. മഹേന്ദ്രകുമാർ ഒന്ന് വിളിച്ചിട്ട് സംസാരിക്കും. മഹേന്ദ്രകുമാറിനോട് സാർ എവിടെ കുറച്ച് ദൂരം, ശരി ഇവിടെ പോയിക്കും. ഞാൻ അവിടെ മഹേന്ദ്രകുമാർ സാറിനോട് പോയി സംസാരിച്ചു. ആ സാർ മഹേന്ദ്ര സാറാണ്,
മഹേന്ദ്ര സാർ ഇത് എന്റെ ഇത് എസ് കുമാർ സാറ് ഈ സാറ് കൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് ഈ സാർ എന്ത് പറയുന്ന കേൾക്കും ഞാൻ ಯಾರಿಗೆ ഫോൺ കൊടുത്തു നിങ്ങൾ ഒരു സപ്പോസ് ഫോർ എക്സാമ്പിൾ മഹേന്ദ്രനാണ് ഇത് ഫോൺ കൊടുത്തു നിങ്ങൾ മഹേന്ദ്ര സാറിനോട് സംസാരിക്കാൻ ആരംഭിച്ചു ഇത് എസ് കുമാർ സാർ നിങ്ങൾക്ക് പറയുന്നു ഇത് മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓയിൽ അതിന്റെ പ്രത്യേകത പറഞ്ഞിട്ട് മഹേന്ദ്രകുമാർ സാറിന് ഒരു ഇതിന്റെ മെത്തഡ് പറഞ്ഞു കൊണ്ടിരുന്നു ഈ നിങ്ങൾക്ക് അതിലെ 10 വർത്തമാനത്തിലെ 1-2 വർത്തമാനം മാത്രം കുടിക്കുന്നു മനസ്സിലായി അത് 1-2 വർത്തമാനത്തിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തീർത്താൽ ആളുകൾ നമ്മൾ കൂടെ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് പോകുന്നത് ചേച്ചി പറഞ്ഞില്ലേ നമ്മുടെ അമ്മ അയൽക്കൂട്ടൽ പോകുന്നുണ്ട് അയൽക്കൂട്ടൽ ഇഷ്ടംപോലെ 10-20 ലേഡീസ്മാർ വന്നിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ 1-2 മാത്രം ലേഡീസ് കൂടിയാൽ മതി മനസ്സിലാക്കൂ ഇപ്പോൾ കോസ്മെറ്റിക് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കഷ്ടകാലമുണ്ട് പക്ഷെ അവർക്ക് കഷ്ടകാലം ഉണ്ടാവില്ലല്ലോ കുറെ പേരുണ്ടല്ലോ അവർക്ക് പോയിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ 4-വീലറില്ല നമുക്ക് 4-വീലർ വേണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു 4-വീലർ ആളുകിட்ட പോയി പ്ലാനിങ് പറഞ്ഞു കൊടുക്കണം 4-വീലർ ഇരിക്കുന്ന ആളുകിட்ட പോയിട്ട് ഇത് ആർസിഎം പ്രത്യേകത പറഞ്ഞിട്ട് അവർക്ക് ജോയിൻ ചെയ്താൽ അവർക്ക് കൂടുതൽ വർഷം സീരിയസായിട്ട് ബിസിനസ് ചെയ്താൽ നമുക്ക് 4-വീലർ ആയില്ലേ അതേപോലെയാണ് നമ്മള് അങ്ങനെ പ്രിൻസിപ്പിൾ കൊണ്ടിട്ട് ഇതിന് പ്രത്യേക ഇതിന് ക്വാളിറ്റീസ് എല്ലാം പറഞ്ഞിട്ട് 1-2 പ്രോഡക്റ്റ് കൊടുത്തിട്ട് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് ധൃതി ഒന്നുമില്ല ഇതില്ല നിങ്ങൾ ഇതിലെ സ്വതന്ത്രമാണ് ധൃതി ഒന്നുമില്ല ഇഷ്ടപ്പെട്ട് പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റ് വരും കുറെ പേര് കേരളത്തിലെ പറഞ്ഞല്ല അവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ആകുന്നത് ആർസി ബിസിനസ് കേരളത്തിലാണ് ഈ ചെറിയ സ്റ്റേറ്റിലെ കൂടുതൽ ബിസിനസ് ആകുന്നത് കേരളത്തിലെ 6 ഡിപ്പോ ഉണ്ട് उत्तर प्रदेश में कितना डिपो है सर टोटल डिपो उत्तर प्रदेश में कितना है ऑल पूरे इंडिया में जब उत्तर प्रदेश का पूछ रहा हूँ आई डोंट नो सर नहीं मालूम है केरला इतना छोटा स्टेट है 6 डिपो है 65 പിക്കപ്പ് സെന്റർ ഉണ്ട് ഈ കേരളത്തില് നമ്മൾ സെർച്ച് ചെയ്ത് അവർ സെർച്ച് ചെയ്താൽ ഇപ്പൊ അറിയാൻ പറ്റും ഇവിടെ ഉത്തർപ്രദേശിൽ എത്ര ഡിപ്പോ ഉണ്ട് തമിഴ്നാട്ടിൽ 2 ഡിപ്പോ ഉണ്ട് ഈരോടും സേലം ഈരോടും ചെന്നൈ यूपी महाराष्ट्र एंड बिग स्टेट है सो मैक्सिमम डिपो വളരെ കമ്മി ഡിപ്പോ स्टेट बिग है സ്റ്റേറ്റ് വലിയ ഏരിയ ബിഗ് ആണ് ഇത് ആലോചിച്ച് നോക്ക് ഇത് കേരളത്തിലെ എത്ര ചെറിയ സ്റ്റേറ്റിലെ 6 लिटिल स्टेट है केरला एंड मोर डिपो एरिया സപ്പോർട്ടിങ് ഇതിലെ ഈ ബിസിനസ് ആണ് സപ്പോർട്ടിങ് നമ്മൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമ്മൾ 4 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ താഴെ അങ്ങനെയാണ് കൂടുതൽ സംസാരിച്ചാൽ കുറെ സംസാരിക്കാനുണ്ട് നമ്മൾ പതിയെ പോവാ പതിയെ നമുക്ക് ഇഷ്ടമായിട്ട് ഇത്ര ചൂട് സമയത്ത് ചൂടുണ്ട് അതിലെ നിങ്ങൾ ജോലി എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും मोर सैलरी पोटा की सोल इन केरला നിങ്ങൾ പോയിട്ട് मोर सेलर केरला केरला पर्सन से आई नो यूज लिपस्टिक एंड आईलाइनर एंड काजल एंड सिंदूर बट मोर स्किल मोर सेलर ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ഈ ആർസിഎമ്മിന്റെ കീ സോളിന്റെ പ്രോഡക്റ്റ് ലിപ്സ്റ്റിക് വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് അതേപോലെ ഐലൈനർ കണ്ടിന്യൂഷൻ സൂപ്പർ നാളെ കുറെ ലേഡീസ്മാരെ ഉപയോഗിക്കാൻ തുടങ്ങി मोर सेलर केरला വെജിറ്റേറിയൻ ലിപ്സ്റ്റിക് വീഗൻ ലിപ്സ്റ്റിക്കിലാണ് കൂടുതൽ നോൺ വെജ് ഒക്കെ ചേർത്തിട്ട് വരുന്നത് പക്ഷെ ആർസിഎമ്മിൽ വരുന്നത് ലിപ്സ്റ്റിക് ഫുൾ बेज നല്ല വലിയ കമ്മി നല്ല സാധനം